രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള 3 പരാതികളും ഒരേ അച്ചടിയിൽ വാർത്തെടുത്തിയാണ് അരിയാഹാരം കഴിക്കുന്ന ജനങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഈ മൂന്നാമത്തെ പരാതിയിലൂടെ നല്ല വ്യക്തമാണ് രാഹുൽ മാങ്കൂട്ടം എന്ന ആ ഒരു ചെറുപ്പക്കാരനെ മൃഗീയമായിട്ട് ചിത്രീകരിക്കുക, എന്ന് വെച്ചാൽ ലൈംഗിക വൈകൃതമുള്ള ഒരു വ്യക്തിയാണെന്ന് ചിത്രീകരിക്കാൻ വേണ്ടി മാത്രമാണ് എഴുതി തുന്നിച്ചേർത്തിട്ടുള്ളതെന്ന്, ഓരോ കാര്യങ്ങളും എഴുതി തുന്നിച്ചേർത്തിട്ടുള്ളതെന്നും നല്ലപോലെ വ്യക്തമാക്കാം. കാരണം അതിക്രൂരമായിട്ട് പീഡിപ്പിക്കുന്നു, കണ്ട അന്ന് തന്നെ, മീറ്റ് ചെയ്ത അന്ന് തന്നെ അതിക്രൂരമായിട്ട് പീഡിപ്പിക്കുന്നു, അതിനുശേഷം മുഖത്ത് തുപ്പുന്നു, അടിക്കുന്നു, ഗർഭചിത്രം ചെയ്യിപ്പിക്കാൻ നിർബന്ധിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് 3 പരാതികളിലും ഒരുപോലെയാണ് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിന് എത്രത്തോളം ജനങ്ങളുടെ മുമ്പിൽ ലൈംഗിക വൈകൃതമുള്ള ആൾ ആണെന്ന് ചിത്രീകരിക്കണം, അതുപോലെയൊക്കെയാണ് ഇതൊക്കെ ഇറക്കി വിട്ടേക്കുന്നതെന്ന് സാധാരണ അരിയാഹാരം കഴിക്കുന്ന ജനങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന് വന്ന 3 പരാതികളിൽ അവസാനത്തെ പരാതിയിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ കണ്ടപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ചിരിയാണ് വന്നത്. കണ്ട അന്ന് തന്നെ അതിക്രൂരമായിട്ട് പീഡിപ്പിക്കുന്നു, അതിനുശേഷം പീഡനത്തിന് ശേഷം 3 മണിക്കൂർ നീണ്ട പീഡനത്തിന് ശേഷം 3 മണിക്കൂറാണ് 3 മണിക്കൂർ നീണ്ട പീഡനത്തിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിന് പീഡിപ്പിക്കപ്പെട്ട ആ യുവതി, ആ പരാതി കൊടുത്തേക്കുന്ന യുവതി അതിനുശേഷം വില കൂടിയ വാച്ച് മേടിച്ച് നൽകുന്നു, ചെരുപ്പ് മേടിച്ച് നൽകുന്നു, ജെട്ടി വരെ മേടിച്ച് നൽകുന്നു, അതിനുശേഷം 1 കോടി രൂപയുടെ ഫ്ലാറ്റ് വരെ വാഗ്ദാനം ചെയ്യുന്നു. എന്താ അല്ല, ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത്. അപ്പം സത്യത്തിൽ ഇവിടെ ആരാണ് പീഡിപ്പിക്കപ്പെട്ടത്, ആരാണ് അതിജീവിത അല്ലെങ്കിൽ അതിജീവിതൻ, നിങ്ങളൊന്ന് പറ. ഇവിടെ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടമാണല്ലോ ഇവിടെ പീഡിപ്പിക്കപ്പെട്ടത്. പീഡനത്തിന് ശേഷം അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് പീഡിപ്പിക്കപ്പെട്ടെന്ന് പറയുന്ന ആ യുവതി ചെരുപ്പ് മേടിച്ച് നൽകുന്നു, വില കൂടിയ വാച്ച് മേടിച്ച് നൽകുന്നു, 1 കോടി രൂപയുടെ ഫ്ലാറ്റ് വരെ മേടിച്ച് നൽകാമെന്ന് പറയുന്നു. അപ്പം ഇവിടെ രാഹുൽ മാങ്കൂട്ടമല്ലേ എര? നിങ്ങളൊന്ന് പറ. നമ്മളൊക്കെ സാധാരണ നമ്മൾ കേൾക്കുന്നതെന്ന് വെച്ചാൽ ഇതുപോലുള്ള പീഡന കഥകൾ വരുന്ന സമയത്ത് ആരെങ്കിലും ഏതെങ്കിലും സ്ത്രീയെ പീഡിപ്പിച്ചതിന് ശേഷം ഇതുപോലുള്ള വാഗ്ദാനങ്ങളൊക്കെ നൽകുന്നു, അല്ലെങ്കിൽ പൈസ കൊടുത്ത് ആ ഒരു പീഡനം ഒതുക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ഒതുക്കാൻ നോക്കുന്നു എന്നൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്, അല്ലേ? ഇവിടെ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പരാതി. പീഡിപ്പിച്ച ആൾക്ക് അങ്ങോട്ട് പൈസ കൊടുക്കുന്നു, കാറ് കൊടുക്കുന്നു, അതുപോലെ കാറ് കൊടുക്കാമെന്ന് പറയുന്നത്, വാച്ച് മേടിച്ച് വില കൂടി വാച്ച് മേടിച്ച് കൊടുക്കുന്നു. എന്താ അല്ലേ? അപ്പം ഇവിടെ സത്യത്തിൽ രാഹുൽ മാങ്കൂട്ടമല്ലേ പീഡിപ്പിക്കപ്പെട്ടത്? 3 മണിക്കൂർ നീണ്ടു നിന്ന പീഡനമാണെന്ന് പറയുന്നുണ്ട്. ഇപ്പം 3 മണിക്കൂർ നീണ്ടു നിന്ന പീഡനമായിട്ട് പോലും എന്തുകൊണ്ട് ഇത്രയും വർഷം രാഹുലിനെതിരെ ഈ ഒരു പരാതിയുമായിട്ട് മുമ്പോട്ട് വന്നില്ല? ഇപ്പം ഇലക്ഷൻ സമയമായപ്പോഴത്തേക്ക്, ഇലക്ഷൻ അടുത്ത് വന്ന സമയമായപ്പോഴത്തേക്ക്, ഇലക്ഷനും ഉണ്ട്, അതുപോലെ അയ്യപ്പൻ്റെ സ്വർണം കട്ട വിഷയമുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ആയപ്പോഴത്തേക്ക് എങ്ങനെയെങ്കിലും രാഹുലിനെ പൂട്ടണം, രാഹുൽ ഒരു ചെറുപ്പക്കാരൻ്റെ തലയിൽ ഇങ്ങനൊരു പെണ്ണ് കേസ് കൊണ്ടിട്ട് ഇതൊക്കെ മായ്ച്ച് കളയണം എന്നുള്ളൊരു രാഷ്ട്രീയ നെറികെട്ട ബുദ്ധിയുണ്ടല്ലോ, അതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇവിടെ സർക്കാരിൻ്റെ അഴിമതിയും കൊള്ളയും മറയ്ക്കാൻ വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്ന നമ്പർ 1 ഉടായ്പാണെന്ന് നല്ലപോലെ അരിയാഹാരം കഴിക്കുന്ന ജനങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഗണേഷ് കുമാറിൻ്റെ ഒരു സ്പീച്ച് ഞാൻ കണ്ടു. അത് കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഒരു 7-8 മാസത്തിന് മുമ്പ് രാഹുൽ മാങ്കൂട്ടവും അതുപോലെ ഗണേഷും ഒരുമിച്ചുള്ളൊരു സ്റ്റേജിൽ KSRTCയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചടങ്ങാന്ന് തോന്നുന്നു. ആ ചടങ്ങിൽ രാഹുൽ മാങ്കൂട്ടം ഗണേഷ് കുമാറിനെ പ്രശംസിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് എനിക്ക് ഓർമ്മ വന്നത്. കാരണം ഒരു രാഷ്ട്രീയക്കാരൻ എങ്ങനെ ആവണം എന്നുള്ളൊരു തെളിവാണ് ഞാനിപ്പം ഈ കഴിഞ്ഞ ദിവസം ഗണേഷ് കുമാറിൻ്റെ സ്പീച്ചിൽ കണ്ടത്. ഒരു രാഷ്ട്രീയക്കാരൻ എങ്ങനെ ആവണം, എങ്ങനെ ആവരുത് എന്ന് കാണിച്ചു തരുന്ന ആ ഒരു വീഡിയോ ആണ് കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടത്. എന്തായാലും ആ ഒരു വീഡിയോ ഞാൻ ഇവിടെ നിന്ന് വെക്കാം. ഗണേഷ് കുമാറിൻ്റെ സ്പീച്ച് രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെയുള്ള, അതൊന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഇപ്പൊ എല്ലാവർക്കും ആഗ്രഹം ഒരാളെ പിടിച്ചോണ്ട് പേര് കിട്ടിയിട്ടുണ്ട്, രാത്രി കിട്ടുമെന്ന് അറിയാൻ വലിയ ആകാംക്ഷയാണ്. അയാൾ ഇറക്കി കൊണ്ടുപോകണം. അധപ്പതനം എന്നല്ലാതെ പറയാൻ കോൺഗ്രസിന് അന്തസ്സുണ്ടെങ്കിൽ അയാളോട് MLA സ്ഥാനം രാജിവെക്കുമെന്നാണ് ഞങ്ങൾ പുറത്താക്കി, ഇനി അയാൾ ഏത് കയ്യാലെ ചാടിയാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നത് ശരിയല്ലല്ലോ. അയാൾ പുറത്താൻ പറയൂ, ഞങ്ങളുടെ യൂറോപ്പിൽ കിട്ടിയ ഈ MLA സ്ഥാനം രാജിവെക്കൂ എന്ന് പറയാൻ ഒരു കോൺഗ്രസ് നേതാവിന്റെ ധൈര്യമാണ്. എന്തോ ഒരു പേടിയുണ്ട്, എന്തോ ഒരു സാധനം കൊടുത്തു. നമ്മളിതൊന്നും കണ്ട് ഇളകേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞോളെ, അച്ഛൻ പറഞ്ഞു എന്റെ അച്ഛൻ മരിക്കാൻ പറയായിരുന്നു. അല്ല, ആരാ ഈ പറയുന്നത്? എനിക്ക് ഈ ഗണേശിനെ കാണുമ്പോഴും ഗണേശിൻ്റെ പേര് പറയുമ്പോഴും എനിക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നൊരു മുഖമാണ് ഉമ്മൻചാണ്ടിയുടെ മുഖം. എനിക്കും നല്ല ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്കെല്ലാം അങ്ങനെ തന്നെ ആയിരിക്കും. ഗണേശിനെ കാണുമ്പോഴത്തേക്ക് പെട്ടെന്ന് വരുന്നൊരു മുഖം ഉമ്മൻചാണ്ടിയുടെ ആയിരിക്കും, അല്ലേ?
അതിനുശേഷം പിന്നെ വരുന്നൊരു മുഖം എന്ന് വെച്ച് കഴിഞ്ഞാൽ സരിതയുടെ മുഖമാണ് അല്ലേ. അങ്ങനെ പെട്ടെന്നൊന്നും നമുക്ക് ഉമ്മൻചാണ്ടി അതുപോലെ സരിതയൊന്നും മറക്കാൻ സാധിക്കത്തില്ല. അപ്പം ഈ പറയുന്ന ഈ പുണ്യാളൻ ഒരു കണ്ണാടി എടുത്ത് വെച്ചിട്ട് സ്വയമേ ഒന്നൊന്ന് വിലയിരുത്തുന്നത് നല്ലതായിരിക്കും. ഞാൻ ആരാണ്, ഞാൻ എന്താണ്, ഞാൻ കാണിച്ചു കൂട്ടിയതൊക്കെ എന്താണെന്നൊന്നും സ്വയമേ ഒന്ന് വിലയിരുത്തുന്നത് നന്നായിരിക്കും. PK ശശി, മറ്റേ ശശി, പിന്നെ ഈ പറയുന്ന പുണ്യാളൻ, ഇവരെയൊക്കെ ഇപ്പോഴും പാർട്ടി എവിടാണ് ഏറ്റെടുത്ത് വെച്ചേക്കുന്നതെന്ന് അതും കൂടെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നാൽ കൊള്ളാമായിരുന്നു. എന്തുകൊണ്ടാണ് എന്ന് ഇപ്പോഴും കൊമ്പത്ത് ഏറ്റെടുത്ത് വെച്ചേക്കുന്നതിൻ്റെ കാരണം മുകേഷ്, PK ശശി, മറ്റേ ശശി, ഈ പറയുന്ന ഈ പുണ്യാളൻ, ഇവരെയൊക്കെ ഇപ്പോഴും പാർട്ടി ഏറ്റെടുത്ത് വെച്ചേക്കുന്നത് എവിടാന്ന് നമുക്കറിയാലോ, പൊക്കി എടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് അതും കൂടെ ഒന്ന് പറഞ്ഞാൽ, ഒരു കണ്ണാടി എടുത്ത് വെച്ചോ അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ ഒന്ന് പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. എന്നിട്ട് മറ്റുള്ളവരെ വിമർശിക്കുക. മറ്റുള്ളവരെ വിമർശിക്കുമ്പോൾ ഈ ഘോരഘോരമായിട്ട് ഇങ്ങനെ വിമർശിക്കുമ്പോൾ ഞാൻ എന്താണെന്ന് കൂടി ഒന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തെ പറ്റിയിട്ട്, കാരണം ഈ രാഹുൽ മാങ്കൂട്ടമായിട്ടുള്ള ഈ 3 പരാതിയും, കാരണം കോടതിയിൽ എവിടെയും പോകത്തില്ലെന്ന് എല്ലാ ആളുകൾക്കും അറിയാം. കാരണം ഈ 3 പരാതിയും രാഹുൽ മാങ്കൂട്ടം ഇപ്പം ഈ പെൺകുട്ടികളുമായിട്ട് പരിചയമുണ്ടെങ്കിൽ തന്നെ, അല്ലെങ്കിൽ പരസ്പര ബന്ധത്തോടു കൂടിയാണ് അവിടെ ഈ പറഞ്ഞിട്ടുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത്. അപ്പം കോടതിയിൽ ഇത് വരുമ്പോഴത്തേക്ക് കോടതിയിൽ ഇവിടെ ഒരു ചോദ്യചിഹ്നമാകുന്നത്, എന്തുകൊണ്ട് ഇത്രയും നാളായിട്ട് ഇതൊരു പീഡനമാണെന്ന് എന്തുകൊണ്ട് ഇത്രയും നാളായിട്ട് നിങ്ങൾ അറിഞ്ഞില്ല? ഇത്രയും വർഷമായല്ലോ. അപ്പം ഇപ്പം ഇതൊരു പീഡനമാണെന്ന് എന്തുകൊണ്ട് നിങ്ങൾക്കത് ഇപ്പം മനസ്സിലായി? പിന്നെ ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പരസ്പര സമ്മതത്തോടു കൂടിയാണോ നിങ്ങൾ ഇതിനിറങ്ങി തിരിച്ചെന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് പെടാൻ പോകുന്നത്. ഒരു പീഡനം എന്ന് പറയുന്നത് നമുക്കറിയാം, പിടിച്ച് വലിച്ച് അഴച്ച് കൊണ്ടുപോയി മൃഗീയമായിട്ട് ആണ് പീഡിപ്പിക്കുന്നത്. പിന്നെ 3 മണിക്കൂർ എന്ന് പറയുന്നത്, ഒരു പീഡനം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ എന്തായാലും ഒരു 3 മണിക്കൂറൊന്നും ഇതിന് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കത്തില്ല. എത്രയും പെട്ടെന്ന് പീഡിപ്പിച്ച് അവിടുന്ന് മുങ്ങാനുള്ള, എസ്കേപ്പ് ആവാനുള്ള പരിപാടിയൊക്കെ അവിടെ ചെയ്യും. അപ്പോൾ ഇതൊന്നും കോടതിയിൽ വില പോകില്ല. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു സ്പീച്ച് ഞാൻ ഇവിടെ വെക്കാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് KSRTCയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാമിൽ, ഒരു വേദിയിൽ ഗണേഷ് കുമാറിനെ അഭിനന്ദിച്ച് പ്രശംസിച്ച് പ്രസംഗിച്ച് നടത്തുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് ഞാൻ ആ ഒരു വേദിയിൽ കണ്ടത്. നിങ്ങൾ അതും കൂടെ ഒന്ന് കണ്ടു നോക്ക്. കാരണം ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ, ഒരു രാഷ്ട്രീയക്കാരൻ എങ്ങനെ ആവണം എന്നതിനൊരു തെളിവാണിത്. നിങ്ങളൊന്ന് കണ്ടു നോക്ക്. നവീകരണത്തിന് വേണ്ടി ചെയർമാൻ എടുക്കുന്ന ശ്രമങ്ങൾ വളരെ അഭിനന്ദിക്കപ്പെടേണ്ടതാണ് എന്ന് ഈ അവസരത്തിൽ വളരെ സന്തോഷത്തോടുകൂടി തന്നെ രേഖപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ഈ മനോഹരമായ ചടങ്ങിന്റെ ഭാഗമായി കടന്നു വന്ന എല്ലാവർക്കും സ്നേഹാഭിവാദ്യങ്ങൾ. നമ്മുടെ ആവശ്യങ്ങൾ വളരെ അനുഭാവപൂർവ്വം തന്നെ മന്ത്രി പരിഗണിക്കും എന്ന ഒരു കോൺഫിഡൻസ് എനിക്ക് ഈ വിഷയത്തിനകത്തുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമരക്കാര് സ്റ്റേഷനിൽ നിന്ന് തിരിച്ചു വന്നിട്ട് വാച്ചെടുത്തുകൊണ്ട് പോകാനുള്ള ഒരു ശ്രദ്ധ കൂടി ഉണ്ടാകണം. അതോടൊപ്പം തന്നെ ഇതാണ് വേണ്ടുന്നത്. ഇതാണ് ഒരു രാഷ്ട്രീയ നേതാവിന് വേണ്ടുന്നത്, ഒരു രാഷ്ട്രീയക്കാരന് വേണ്ടുന്നത്. എന്തൊരു പക്വതയോടുകൂടിയാണ് അവിടെ രാഹുൽ മാങ്കൂട്ടം സംസാരിക്കുന്നത് അല്ലേ. ഇതുപോലെ എന്തെങ്കിലും ഒരു വിഷയം വരുന്ന സമയത്ത് പരസ്പരം കരിവാരി തേച്ച് അല്ലെങ്കിൽ പരസ്പരം ചെളിവാരി എറിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശിക്കുന്ന മറ്റുള്ള രാഷ്ട്രീയ നേതാക്കൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ട് പഠിക്കണം. ഇങ്ങനെയുള്ള ആളുകളെയാണ് നമ്മുടെ നാട്ടിൻ്റെ വികസനത്തിനും നമുക്ക് ആവശ്യമായിട്ട് വേണ്ടുന്നത് അല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചെളിവാരി എറിയാതെ എന്തെങ്കിലും ഒരു ആരോപണം വരുന്ന സമയത്ത് പുറകിൽ നിന്ന് അടിക്കുമെന്നൊക്കെ പറയുമല്ലോ, അതുപോലുള്ള രീതിയാണ് ഇപ്പം നമ്മൾ ഈ ഗണേഷ് കുമാറിൻ്റെ ഈ ഒരു പ്രസംഗത്തിലൂടെ നമ്മൾ കണ്ടത്. അന്ന് രാഹുൽ ആ ഒരു വേദിയിൽ ഗണേഷ് കുമാറിനെ പ്രശംസിച്ച് പറഞ്ഞത് ഈ വീഡിയോയിൽ നമ്മൾ നിങ്ങൾ കണ്ടതല്ലേ അല്ലേ. ഇതാണ് ഒരു രാഷ്ട്രീയക്കാരന് വേണ്ടുന്ന ഏറ്റവും പ്ലസ് ആയിട്ടുള്ളൊരു കാര്യം. ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി റിട്ടയർഡ് SP ജോർജ് ജോസഫ് സാറ് പുള്ളി പറയുന്ന ഒന്ന് കണ്ടു നോക്കും നിങ്ങൾ. ഈ ഒരു രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു കേസ്, അതിൻ്റെ ഒരു നിജസ്ഥിതി എന്താണെന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്ക്. റിട്ടയർഡ് SP ജോർജ് സാറ് പറയുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിനെ നിയമസഭയിൽ നിന്ന് അദ്ദേഹത്തിനെ പുറന്തള്ളാനുള്ള നീക്കം അത് നടക്കില്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ പോലെ തന്നെ ആരോപിക്കപ്പെട്ട ആരോപിതരുള്ള പലരും MLA-മാരും ഇപ്പോഴും അസംബ്ലിയിലുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു ആരോപണം നിലനിൽക്കുന്ന കുറ്റക്കാരനാണെന്ന് പറഞ്ഞ് ശിക്ഷയുണ്ടെങ്കിൽ മാത്രമേ അവർ അസംബ്ലിയിൽ നിന്ന് അദ്ദേഹത്തിനെ പുറത്താക്കാൻ കഴിയുള്ളൂ. അത് പുറത്താക്കിയാൽ അത് നിയമവിരുദ്ധം തന്നെയാണ് ഇപ്പോഴത്തെ സ്റ്റേജിൽ. പക്ഷെ പുറത്താക്കിയ ഇപ്പോൾ ആന്റണി രാജു MLA അനർഹനായി അദ്ദേഹത്തിന് ശിക്ഷയുള്ളതുകൊണ്ടാണ്. അതേസമയത്ത് ശിക്ഷ ലഭിക്കാതെ ഇത് ആരോപണമുള്ള 2-3 MLA-മാർ ഇപ്പോഴും അസംബ്ലിയിലുണ്ട്. അപ്പോൾ അതേ രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കണക്കാക്കാൻ പറ്റുള്ളൂ. അവിടുന്ന് സ്പീക്കർ വിചാരിച്ചാലും അല്ലെങ്കിൽ അത് അസംബ്ലിയിലുള്ള എല്ലാ MLA-മാരും കൂടെ തീരുമാനിച്ചായാലും ശരി അദ്ദേഹത്തിന്
പുറത്താക്കുന്നത് നിയമവിരുദ്ധമാണ്. അത് സാധ്യത വളരെ കുറവായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അങ്ങനെയാണ് അസംബ്ലിയിൽ കേട്ടല്ലോ, അതാണ് പറഞ്ഞ ഈ ഒരു കേസിനകത്ത് രാഹുൽ മാങ്കൂട്ടം പുഷ്പം പോലെ ഇറങ്ങി വരും. കാരണം അതുകൊണ്ടാണല്ലോ ഈ മൂന്നാമത്തെ പരാതി രാഹുൽ പോലും അറിയാതെ, രാഹുൽ മാങ്കൂട്ടം പോലും അറിയാതെ. കാരണം രാഹുൽ മാങ്കൂട്ടം പൂങ്കഴലി IPSന്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. കാരണം നിങ്ങൾ എന്നെ എപ്പം വിളിച്ചാലും ഞാൻ ഹാജരാവാൻ ഞാൻ തയ്യാറാണ്, എവിടെ വേണമെങ്കിലും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങോട്ടും മുങ്ങോ ഒന്നും ചെയ്യത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാം പറഞ്ഞ് ആ ഒരു ഇതിലിരിക്കുന്ന സമയത്താണ് രാഹുൽ മാങ്കൂട്ടത്തിന് രാത്രി 12 മണിക്ക്, അതൊരു 12 മണിക്ക് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 12 മണിക്കൊക്കെ കയറി അറസ്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഇവിടെ ഒരു നാടകം സൃഷ്ടിക്കണം. ഇവിടെ ഒരു നാടകം, ഇതുപോലൊരു നാടകം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ജനങ്ങളുടെ അറ്റൻഷൻ അങ്ങോട്ട് പോകത്തുള്ളൂ. അപ്പോഴേ മറ്റേ സ്വർണ്ണക്കൊള്ള മറയ്ക്കാൻ പറ്റത്തുള്ളൂ. തന്ത്രിയെ ICUവിൽ കൊണ്ടുപോയിട്ട് തന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്തയും പിന്നെ നമ്മൾ ആരും കണ്ടില്ല.